CPM പോലൊരു പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ ഇത്തരമൊരു വലിയൊരു പുകമറയുടെ ഭാരം പേറി മുന്നോട്ട് പോകാൻ ഒരു ബാധ്യതയും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഇത് വളരെ ഇതിൻ്റെ എന്താ പറയുക, ഈ പാലും വെള്ളവും വേർതിരിച്ചെടുക്കുന്നത് പോലെ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുത എന്താണ് എന്നത് പുറത്തു വരണം. അവിടെ വീണ ടിക്ക് ഒരു നിയമത്തിൻ്റെ ആനുകൂല്യവും ലഭിക്കേണ്ടതില്ല. അതായത് ആനുകൂല്യം എന്ന് പറയുന്നത് അവർ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അനധികൃതമായി പണം സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ, അനധികൃതമായി പണം നേടിയിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുക തന്നെ വേണം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ ഒരു ടേക്ക് എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസികളുടെ ഈ വിഷയത്തിലെ മെല്ലപ്പോക്ക് പലപ്പോഴും നമ്മൾ പ്രകടമായിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പല സമയങ്ങളിലും ഈ അന്വേഷണ ഏജൻസികൾ കാരണങ്ങൾ സൃഷ്ടിച്ചു നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്വേഷണമായി വരുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്വേഷണമായി വരുന്നു. ഇപ്പോൾ കോടതികളിലെ കേസാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുക. കേരള ഹൈക്കോടതിയിലെ കേസ്, ഡൽഹി ഹൈക്കോടതിയിലെ കേസ്, ഈ രണ്ട് സ്ഥലത്തെയും കേസുകൾ ചൂണ്ടിക്കാണിച്ച് അന്വേഷണം വൈകിപ്പോയി എന്നൊക്കെ പറയും. പക്ഷേ മറ്റു ചില കേസുകളിൽ ഇത്തരം കോടതിയിലെ നിയമപരമായ സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് ഈ അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ ചില കേസുകളിൽ മാത്രം ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മറികടക്കാൻ വേണമെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുന്നതാണ്. പക്ഷേ ചില കേസുകളിൽ ചില രാഷ്ട്രീയ നേതാക്കളെ ഉന്നം വെച്ച് നടത്തുന്ന നീക്കങ്ങളിലൊക്കെ തന്നെ അത് മെല്ലപ്പോക്ക് ഉണ്ടാകുന്ന സാഹചര്യവും വളരെ ഗൗരവമുള്ളതാണ്.